ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതു ഗോവിന്ദൻ്റെ അടുത്ത് പറയാണ് ചെയ്യുന്നത്, എന്നെക്കാളും കണ്ണേട്ടൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ആ ഒരു പ്ലാൻ എല്ലാം കാഞ്ചനൊക്കെ പൊളിച്ചു ഒക്കെ എനിക്ക് സങ്കടമായി. ഞാൻ വലിയ പ്ലാനൊക്കെ ഒരുക്കി വെച്ചതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. ആ സമയം നമ്മുടെ ഗോവിന്ദാണെങ്കിലും പറയും, എന്തായാലും അവൾക്കൊരു താങ്ക്സ് ആണ് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ആരുടെ മുമ്പിലും നമുക്ക് ഒളിച്ചും പാത്തൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ രാധികാമ്മയ്ക്കും വരുണിനും നിൻ്റെ മുമ്പിൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ഇനിയിപ്പോൾ എല്ലാവരും അറിഞ്ഞില്ലേ. അതുകൊണ്ട് ഇങ്ങനെ ആയതിന് കാഞ്ചനയ്ക്കൊക്കെയാണ് ശരിക്കും താങ്ക്സ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ ഗീതാണെങ്കിലും ശരി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ശേഷം ഗീതാണെങ്കിലും പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് അറിയിക്കാൻ എൻ്റെ അമ്മായിയമ്മയെ കൂടി ഒന്ന് അറിയിക്കണം എന്നുണ്ട് എന്നിങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ്റെ മുഖം മാറിയായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഇല്ല ഞാൻ കൊണ്ടുപോയില്ല എന്നുള്ള രീതിക്ക് പറയുമായിരിക്കും. ആ സമയം നമ്മുടെ ഗീതാണെങ്കിലും പറയും, പ്രഗ്നൻ്റായ ഭാര്യമാരെ ഇങ്ങനെ സങ്കടപ്പെടുത്താൻ പാടില്ല, അവരുടെ എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുക്കണമെന്നാണ് കണ്ണേട്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഗോവിന്ദൻ്റെ മനസ്സ് മാറ്റിയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഗോവിന്ദാണെങ്കിലും ശരി ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് രാധികാമ്മയും വരുണും തമ്മിൽ സംസാരിക്കുന്നതായിരിക്കും. ശേഷം വരുണാണെങ്കിലും പറയുകയാണ് ചെയ്യുന്നത്, ആ വീട്ടിലെ എല്ലാവരും അവർക്ക് സപ്പോർട്ടായിരുന്നു, നമ്മൾ മാത്രമായിരുന്നു ഇതൊന്നും അറിയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത്. ഈ സമയം രാധികാമ്മയാണെങ്കിലും പറയുന്നുണ്ട്, എൻ്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞു, ഇനിയിപ്പോൾ ആ ഒരു സന്തതി കൂടി ഇനിയിപ്പോൾ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്ലാനും നമ്മുടെ പൊളിയേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ വരുണാണെങ്കിലും പറയുന്നുണ്ട്, ഇനി അമ്മയ്ക്ക് സ്വത്തൊക്കെ കൈക്കലാക്കാന്നുള്ള മോഹമൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല, ഭദ്രൻ്റെ ആ സന്തതി വയറ്റിൽ പിറവിയെടുക്കാൻ പോവുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ നമ്മുടെ രാധികാമ്മയാണെങ്കിലും പറയുന്നുണ്ട്, ആ കുഞ്ഞ് ജന്മം എടുക്കാനൊന്നും പോകുന്നില്ല, അതിനെ ഞാൻ തീർക്കും അതിന് മുമ്പ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. ഇപ്പോഴത്തെ പ്രശ്നം കുഞ്ഞല്ല, അതിന് 7 ആഴ്ചത്തെ വളർച്ച ആയിട്ടുള്ളൂ, ഇനി സമയമുണ്ട് അതിനെ തീർക്കാനായിട്ട്. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വേറൊരു സർപ്രൈസും കൂടി ഉണ്ടെന്ന്, അതെന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടാണ് എനിക്കിപ്പോൾ ആകെ ടെൻഷൻ ആവുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. ശേഷം കാണിക്കുന്നത് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. നമ്മുടെ കാഞ്ചനയാണെങ്കിൽ കുറേ ലഡുവൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും, എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ നമ്മുടെ വരുണ് കൊടുക്കുമ്പോൾ വരുണും എടുക്കുന്നുണ്ട്. രാധികാമ്മ എടുക്കാന്നുള്ള രീതിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത രീതിക്കായിരിക്കും എടുക്കുന്നത്. രേഖയാണെങ്കിലും പറയുന്നുണ്ട്, എന്തായാലും ഗീതുവിന് ആ സർപ്രൈസ് എന്താണെന്ന് അറിയായിരിക്കും, സത്യം പറ ഗീതു എന്താണ് ആ സർപ്രൈസ് എന്നിങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ ഗീതു ആണെങ്കിലും പറയുന്നുണ്ട്, ഇതുവരെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സത്യമായിട്ടും എനിക്ക് എന്താണെന്ന് അറിയില്ല എന്നിങ്ങനെ പറയുമായിരിക്കും. ആ സമയമായിരിക്കും ഗോവിന്ദ് കയറി വരുന്നത്. എന്നിട്ട് പിന്നെ ഗോവിന്ദ് കാര്യം പറയുമായിരിക്കും കേട്ടോ, ആ നഷ്ടപ്പെട്ട ഒരു പ്രൊജക്റ്റ് നമുക്ക് തന്നെ തിരിച്ചു കിട്ടി. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ രാധികാമ്മയും വരുണമെന്ന് ഞെട്ടായിരിക്കും ചെയ്യുന്നത്. ശേഷം നമ്മുടെ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട്, ആരാണ് ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. ആ സമയമായിരിക്കും വരുണിന് ഫോൺ വരുന്നത്. മറ്റേ ഔറ്റ് കൊടുത്ത ആ ഒരു ലേഡി ആയിരിക്കും വിളിക്കുന്നത് കേട്ടോ, സുവർണ. എന്നിട്ട് പിന്നെ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വരുണാണെങ്കിൽ ഫോൺ പിടിച്ച് മാറ്റാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഗോവിന്ദ് മിണ്ടി പോവരുത് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരിക്കും. എന്നിട്ട് സ്പീക്കറിലിടുമായിരിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊളിയാണ് ചെയ്യുന്നത്. ശേഷം പറയുന്നുണ്ട്, ഗീതുവിനെ ഗോവിന്ദ് സാർ അത്രയും വിശ്വസിച്ചത് കൊണ്ടാണ് നമ്മുടെ പ്ലാനൊക്കെ പൊളിഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ തന്ന പൈസ എനിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു തന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാവും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, രേഖയെ എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ ഇത്തിയും കൂടി സഹിക്കേണ്ടി വരും, നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കുക എന്നുള്ള കാര്യം കുറച്ചും കൂടി നീണ്ടു പോവും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ രേഖയ്ക്കാണെങ്കിലും കരച്ചിൽ വരികയായിരിക്കും ചെയ്യുന്നത്. ഗീതുവിൻ്റെ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിട്ട് അവളെ ഒറ്റ കൊടുക്കുന്നതിന് പകരം അവർണികയുടെ തലയിൽ ആ പ്രശ്നം ഇട്ടാൽ മതിയായിരുന്നു, എന്നാൽ നമ്മുടെ പ്ലാനൊക്കെ വർക്കൗട്ട് ആയേനെ എന്നൊക്കെ കൂടി പറയുമായിരിക്കും കേട്ടോ. ശേഷം കോള് കട്ട് ചെയ്യായിരിക്കും. വരുൺ ആകെ ചമ്മി നാറി നിൽക്കുകയായിരിക്കും, തൻ്റെ കള്ളത്തരം പൊളിഞ്ഞല്ലോ. എന്നിട്ട് പിന്നെ അയ്യപ്പേട്ടനാണെങ്കിലും പറയുന്നുണ്ട്, കുടുംബത്തിനെതിരെ പ്രവർത്തിച്ച് ഇവനെ എന്താണ് ചെയ്യേണ്ടത്, കണ്ണമോൻ തന്നെ പറ, ഇവനെ ഞാൻ കൊന്നു കളയട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരിക്കും. അപ്പോൾ രേഖയാണെങ്കിലും ആകെ സങ്കടത്തിൽ പറയുന്നുണ്ട്, ഇനിയെങ്കിലും തുറന്ന് പറഞ്ഞൂടെ ഇതിൻ്റെ പുറകിൽ ആരാണ് ആ ഒന്നാമത് നിൽക്കുന്നത് എന്ന് പറ, ഇപ്പോഴെങ്കിലും പറ, ഇനിയും സമയമുണ്ട്, കണ്ണേട്ടൻ്റെ അടുത്ത് എല്ലാം ഒന്ന് തുറന്ന് പറ എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും. അപ്പോൾ വരുണാണെങ്കിലും ഒരക്ഷരം മിണ്ടുന്നുണ്ടാവില്ല. ഗോവിന്ദാണെങ്കിലും ഗീതു ആണെങ്കിലും പറയുന്നുണ്ട്, വരുണാണ് ഇതിനെതിരെ പ്രവർത്തിച്ചതെന്ന് ഞങ്ങൾക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. അന്ന് ആ ലാപ്ടോപ്പ് ഞാൻ തെറ്റി പാസ്വേഡ് പറഞ്ഞു കൊടുത്തിട്ട് പോലും പെട്ടെന്ന് തന്നെ വരുണേട്ടൻ അത് ഓപ്പൺ ആക്കി. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം കൺഫേം ആയിരുന്നു ആരാണ് ഇതിനെതിരെ പ്രവർത്തിച്ചതെന്ന്. പക്ഷേ ഈ കോളും കൂടി ഒന്നും കൂടി കൺഫേം ആക്കുകയാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും ചെയ്യുന്നത്. രേഖയാണെങ്കിലും പറയുകയാണ് വീണ്ടും, എന്താണെങ്കിലും തുറന്നു പറ, ഇതിനെതിരെ പ്രവർത്തിച്ചത് ആരാണ്, ആര് പറഞ്ഞിട്ടാണ് വരുണേട്ടൻ ഇതൊക്കെ ചെയ്തതെന്ന് ഇപ്പോഴെങ്കിലും പറ എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും. ഈ സമയം രാധികാമ്മ വേഗം അടുത്ത പ്ലാൻ പ്രയോഗിക്കുകയായിരിക്കും. വരുണിനെതിരെ ഇവിടുന്ന് ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറഞ്ഞ് നല്ല പോലെ കട്ടയ്ക്ക് ആക്റ്റൊക്കെ ചെയ്തിട്ട് വരുണിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കണ്ണിറുക്കി കാണിക്കുകയും വെറുതെ ഇപ്പോൾ തൽക്കാലത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ള രീതിക്ക്. എന്നിട്ട് പിന്നെ
രേഖയാണെങ്കിലും പറയുന്നുണ്ട് നമുക്കിനി ഇവിടുന്ന് ഇറങ്ങാം, ഞാനും വരും വരുണേട്ടൻ്റെ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും. അപ്പോൾ വരുണാണെങ്കിലും രേഖയെ മോശപ്പെടുത്തി സംസാരിക്കുകയായിരിക്കും. എനിക്ക് നീ ഭാര്യയായിട്ട് അംഗീകരിക്കാനേ സാധിക്കില്ല, നിന്നെ നീ ഭയങ്കര മോശം പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കും കേട്ടോ നമ്മുടെ വരുൺ. ഇതെല്ലാം കേൾക്കുമ്പോൾ ഗോവിന്ദനും അതുപോലെ തന്നെ ഗീതുവിനും ദേഷ്യം വരികയായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഗീതു ആണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തോടെ വരുണിനെ നോക്കി നിൽക്കുകയായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ.